ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഷ്ടമുണ്ട് ചേച്ചി. ഇപ്പൊ ഈ കാണിക്കുന്നത് ഈശ്വര നിന്നയാ. എന്റെ ചേച്ചി ഇത്ര സ്വാർത്ഥയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? എന്താ ഇപ്പൊ പറഞ്ഞെന്ന് എടി? എന്ത് കാര്യത്തിനായാലും ഈ പാവത്തിനെ തല്ലരുത്. ഇവളെന്റെ അനിയത്തിയാ. ഞാനിവളെ തല്ലും, ചിലപ്പോ കൊല്ലും. നീ ആരുടെ ഇതൊക്കെ ചോദിക്കാൻ? അനിയത്തിയും ചേച്ചിയൊക്കെ അങ്ങ് വീട്ടില്. അനിയത്തിയോടുള്ള സ്നേഹം ഇപ്പൊ ഞാൻ കണ്ടു. അതാ ഞാൻ ഇടപെട്ടത്. പിന്നെ ഞാൻ ആരാണെന്നുള്ള കാര്യം അതിപ്പോ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതൊരു പബ്ലിക് പ്ലേസാ. അപ്പോ പ്രശ്നം ഉണ്ടായ പബ്ലിക് ഇടപെട്ടൊന്നിരിക്കും. അതുകൊണ്ട് ചേച്ചി അനിയത്തിക്ക് വീട്ടിൽ പോവാൻ നോക്ക്. നിനക്കിപ്പൊ സമാധാനായല്ലോ? മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. ഇവൾ എന്ത് നാണം കെടുത്തിന്ന? സ്വന്തം ചേച്ചിയെ കണ്ടപ്പോ ചേച്ചിന്ന് വിളിച്ച അവള് നിങ്ങളുടെ പുറകെ ഓടി. കണ്ടിട്ടും കാണാതെ നിങ്ങൾ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോയി. എന്നിട്ടൊരു സ്ത്രീയുടെ ടൂ വീലറിൽ കൊണ്ടിടിച്ചു. ആളുകളെല്ലാം ഒന്ന് ഇടപെട്ടു. തെറ്റ് നിന്റേതല്ലെന്ന് സമർത്ഥിക്കാൻ നോക്കി നീ വിജയിച്ചില്ല. നിന്റെ 1000 രൂപ പോയി കിട്ടി. അതിലിപ്പോ നിന്റെ അനിയത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ദേ, ഇതൊന്നും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഞങ്ങള് ചേച്ചി അനിയത്തും തമ്മിൽ 100 കാര്യങ്ങളുണ്ടാവും. അതൊക്കെ വഴിയിൽ വലിഞ്ഞു കയറി വന്ന് വാചക കസർത്തടിക്കുന്ന നിന്നെ പോലുള്ളവരോടൊന്നും പറയേണ്ട കാര്യമില്ലടി. പറയടി, വേണ്ടി വന്ന നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ആഹാ, എങ്കി നമുക്കതൊന്ന് കാണാം. എന്റെ ഒരൊറ്റ ഫോൺ കോൾ മതി. ഇപ്പൊ ഇവിടെ എത്തും പോലീസ് ഏമാന്മാര്. കാണണോ നിനക്ക്? കാണൂടി. ചേച്ചി, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. എന്റെ ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോട്ടെ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ അനിയത്തി പറയുന്നത് കേട്ടോ, ചേച്ചി പൊയ്ക്കോട്ടെ എന്ന്. ഇതാടി സ്നേഹം. നിനക്കില്ലാത്തതോ അതാ. നിനക്ക് മതിയായല്ലോ. ഷോ കാണിച്ച് വന്നവളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി കൊച്ചാക്കിയപ്പോ നിനക്ക് ശരിക്കും മതിയായല്ലോ. ഓടി. ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ വലിയൊരു സഹായം വേണ്ട സമയം ഇത്. സഹായം? ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയിട്ട് ഇനിയും ഞാൻ നിന്നെ സഹായിക്കണോ അല്ലേ? ചേച്ചി, നീ എത്ര കാല് പിടിച്ചാലും ഇവള് നിന്നെ സഹായിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവളോട് പോവാൻ പറ. നീ വന്നേ, ഇവിടെ പോറങ്ങോട്ട്.